തണുത്തോ ചൂടുള്ള ആഹാരം കഴിക്കുന്ന സമയത്ത് പല്ലുപുളിപ്പ് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം പല്ലിലെ ഇനാമൽ നഷ്ടപ്പെട്ട് ഡെന്റിൻ എന്ന് പറയുന്ന ലെയർ എക്സ്പോസ് ആവുന്ന സാഹചര്യത്തിലാണ് ഈ ടൂത്ത് സെൻസിറ്റിവിറ്റി അഥവാ പല്ലുപുളിപ്പ് ഉണ്ടാവുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്സ് ആണ്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിലും ഈ പറയുന്ന തേയ്മാനം കാണപ്പെടാറുണ്ട്. പിന്നെ പല്ലിന്റെ മോണ ചുരുങ്ങിയിട്ട് പല്ലിന്റെ റൂട്ട് എക്സ്പോസ് ആവുക, അതുപോലെ തന്നെ പല്ലിൽ ഡീപ്പായിട്ട് കേരീസ് ഉണ്ടാവുക, കേടുണ്ടാവുക, പല്ലിൽ ക്രാക്സോ അല്ലെങ്കിൽ പൊട്ടലോ ഉണ്ടാവുക, ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് പല്ലുപുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. ഈ ടൂത്ത് സെൻസിറ്റിവിറ്റി എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഒരു ഡെന്റിസ്റ്റിനെ കണ്ടതിന് ശേഷം അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനാദ്യം ട്രീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഡീസെൻസിറ്റൈസിങ് മൗത്ത് വാഷ് ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ ഫ്ലൂറൈഡ് വാർണിഷ് തെറാപ്പി യൂസ് ചെയ്യാം. ഫ്ലൂറൈഡ് നിങ്ങളുടെ പല്ലിൻ്റെ ഇനാമലിനെ റീമിനലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ ഡെന്റിൻ സീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മുടെ എക്സ്പോസ് ആയിരിക്കുന്ന ഡെന്റിനൽ ട്യൂബ്യൂൾസിനെ കോട്ട് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഡെന്റിൻ സീലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ടൂത്ത് സെൻസിറ്റിവിറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ ഹെൽത്തി.